2026 ഇറാൻ US വാർ തുടങ്ങുന്ന സമയത്ത് തന്നെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു മിഡിൽ ഈസ്റ്റിനെ, ഐ മീൻ ലൈക്ക് അതായത് അറബ് രാജ്യങ്ങളെ എങ്ങനെ ഇത് അഫക്റ്റ് ചെയ്യും എന്നുള്ള ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാര്യം ആസ് മലയാളീസ് നമുക്കറിയാലോ, എല്ലാവരും നമ്മളുടെ ഒരു നല്ലൊരു ശതമാനം ആൾക്കാരും ദുബായിലും ഇന്ന കൺട്രീസിലാണ് നിൽക്കുന്നത്. സോ ഇവരുടെ ജോലി, അവരുടെ സിറ്റുവേഷൻസ്, അവരുടെ എന്താണ് ഈ റെന്റ്, ഇതുപോലുള്ള കാര്യങ്ങളിലെല്ലാം നമ്മളുടെ ആൾക്കാരെ അത് ബാധിക്കുമോ എന്നുള്ള കാര്യങ്ങളിലെല്ലാം ഒരുപാട് പേർക്ക് കൺസേൺസ് ഉണ്ട്. സോ ഇപ്പൊ കറന്റ്ലി ഉള്ള ദുബായിലെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ദുബായ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു റിസഷനിലോട്ട് പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ലി ദുബായിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതിനുള്ള കാരണം എന്ന് പറയുന്നത്, ദുബായ് ഇപ്പോ ബാക്കിയുള്ള അറബ് നേഷൻസിനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ റിലൈ ചെയ്യുന്നത് ടൂറിസത്തിലാണ്. സോ ദുബായ്ക്ക് എപ്പോഴും ഒരു ഇമേജ് ഉണ്ടല്ലോ, ഒരു സേഫ് ഹേവൻ എന്നുള്ളൊരു ഇമേജ് ഉണ്ടായിരുന്നു. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം അങ്ങനെ അറ്റാക്കോ കാര്യങ്ങളോ ഒന്നും നടക്കാത്തൊരു രാജ്യം. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നടന്നതുകൊണ്ട്, അതായത് ഇങ്ങനെ വാർ നടക്കുന്ന സമയത്ത് ദുബായിലെ ഈ റെസിഡൻസ് താമസിക്കുന്ന ഏരിയകളിലും വളരെ പ്രധാനമായിട്ടുള്ള അവരുടെ കെട്ടിടങ്ങളിലെല്ലാം ഇതുപോലെ ഡ്രോൺ അറ്റാക്സും കാര്യങ്ങളെല്ലാം നടന്നപ്പോഴത്തേക്കും ദുബായിക്ക് ആ ഒരു ഗുഡ് വിൽ നഷ്ടപ്പെട്ടു. ഗുഡ് വിൽ എന്ന് വെച്ചാൽ ദുബായ് ചെയ്ത കാര്യമല്ല, പക്ഷെ സ്വന്തമായിട്ട് സമ്പാദിച്ചുണ്ടാക്കിയ ഇങ്ങനെ ഒരു സേഫ് ഹെവൻലി പ്ലേസ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഇങ്ങനെ ഈ ഒരു വാറിന്റെ പ്രശ്നത്താൽ അവർക്ക് ആ ഒരു ഇമേജിൽ നിന്ന് അവർക്ക് താഴോട്ട് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിയുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത് സേഫ്റ്റിയാണ്. ഈ പുറമേയുള്ള ഈ യൂറോപ്യൻസ്, വൈറ്റ്സ്, ഇവരെല്ലാം ദുബായിൽ വന്ന് നിൽക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പം ചിലരുടെ മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഉള്ള വാച്ച് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഇതൊന്നും UK-യിലും അമേരിക്കയിലുള്ള സ്ട്രീറ്റ്സിലൊന്നും ഇതൊന്നും ഇട്ടുകൊണ്ട് നടക്കാനൊന്നും പറ്റുന്നില്ല. ഈ മില്യണേഴ്സിന്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ എപ്പോൾ അടിച്ചോണ്ട് പോയെന്ന് ചോദിച്ചാൽ നമ്മളെ അടിച്ചിട്ടിട്ട് ഇവന്മാർ സാധനം എടുത്തോണ്ട് പോകും. സോ അതെല്ലാം ഇവർക്ക് ധൈര്യത്തോടെ ഇട്ട് നടക്കാൻ പറ്റിയതും ധൈര്യത്തോടെ ഇറങ്ങി നടക്കാൻ പറ്റിയ ഒരു സ്ഥലം എന്ന് പറയുന്നത് ദുബായ് തന്നെയാണ്. അത് അവർ സമ്പാദിച്ചെടുത്ത ആ ഒരു ഇമേജ് ആണത്. അത് ഇപ്പം പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തുള്ള ഇന്റേണൽ ഫോൾട്ട് അല്ല, പുറമേ നിന്ന് ആൾക്കാർ വരുമ്പോഴത്തേക്കും എല്ലാം ചെക്ക് ചെയ്താണ് വരുന്നത്. ഇങ്ങനെയുള്ള ഇന്റേണൽ സേഫ്റ്റിയും പിന്നെ പുറമേയുള്ള രാജ്യങ്ങളിലായിട്ട് അധികം പ്രശ്നങ്ങൾക്കൊന്നും പോവാതെയും അവരവരുടെ കാര്യം മാത്രം നോക്കി എല്ലാവരുമായിട്ട് സഹകരിച്ച് പോകുന്ന ഒരു രാജ്യമാണ് ദുബായ്. അവിടെ എല്ലാ കാര്യങ്ങളും ഒരാൾക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്റർടൈൻഡ് ആവാനുള്ള എല്ലാ പരിപാടിയും ആ രാജ്യം റൺ ചെയ്യുന്നത് അങ്ങനെയാണ്. മറ്റുള്ള അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ചെന്ന് വീഴാതെയാണ് ആ രാജ്യം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ ഇപ്പം അവർ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്കും ഇങ്ങനെയുള്ള മില്യണേഴ്സ് അല്ലെങ്കിൽ ബില്യണേഴ്സ്, വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ്, ഇവരെല്ലാം അവിടെ നിൽക്കുന്ന സമയത്ത് അവർക്ക് ഇതിൽ പ്രശ്നം ഉണ്ടാകും, അറിയാലോ. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ ദുബായ് ഇപ്പോൾ ആക്ച്വലി ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കറന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ജോബ് റിലേറ്റഡ് ഇഷ്യൂസ് ആണ്. കാരണം ഇതുപോലത്തെ ഇഷ്യൂസും കാര്യങ്ങളും വരുമ്പോഴത്തേക്കും ലോജിസ്റ്റിക്സ് ഇപ്പം അഫക്റ്റഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പോർട്ടിനുള്ളത് ജബലാലി എന്ന് പറഞ്ഞ ആ പോർട്ടിന്റെ വൺ വേ എൻട്രി എന്ന് പറയുന്നത് ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് വഴിയാണ്. സോ ഇത് മാത്രമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ മാത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല വരാത്തത്, ഈ അവശ്യ സാധനങ്ങളായ ഈ ഭക്ഷ്യവസ്തുക്കളും പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇപ്പൊ ദുബായിലോട്ട് വരുന്നില്ല. സോ അത് അങ്ങനെയും കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ലോജിസ്റ്റിക്സ് ഇത് ജീവിക്കുന്ന ഈ ഫ്രൈറ്റ് ഫോർവേഡിങ് ഇങ്ങനെയൊക്കെ ഉള്ള പരിപാടികൾ ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ എല്ലാം ജോബ്സ് ലൈക്ക് അവിടുത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. കാരണം ഞാൻ ഖത്തറിൽ നിന്നിട്ടുള്ള ഒരാളാണ്. കാരണം അവിടെ പ്രോപ്പർ ഒരു HR സിസ്റ്റമോ കാര്യങ്ങളോ ഒന്നും പല കമ്പനീസിലും ഇല്ല. കാരണം എല്ലാം ഒരു ചെറിയ ഒരു ഒരു 5 പേരുള്ള ഒരു കമ്പനി ആയിരിക്കും. ഈ 5 പേര് അന്നുള്ള മാർക്കറ്റിന്റെ ഇതനുസരിച്ചായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. പലപ്പോഴും സാലറീസും കാര്യങ്ങളും ഒക്കെ വളരെ ലേറ്റ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഈ പറയുന്ന റൂൾസും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും അവിടെയൊക്കെ പൊതുവെ ലൈക്ക് ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആവുന്നതെന്ന് പറഞ്ഞാൽ ഈ വർക്കിംഗ് ക്ലാസ്സിലുള്ള ആൾക്കാരാണ്. മില്യണേഴ്സ് ഇങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളെപ്പോലുള്ള സാധാരണക്കാർ അവിടെ നിൽക്കുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോഴത്തേക്കും ഫുഡിന്റെ എക്സ്പെൻസിനാണെങ്കിലും റെന്റ് ആണെങ്കിലും ഈ റീസൺ പറഞ്ഞ് ഒരുപാട് എംപ്ലോയേഴ്സ് സാലറി വൈകിക്കാം. നമ്മൾ ഒരു പ്രശ്നമില്ലാത്തപ്പോൾ ഞാൻ ഖത്തറിലൊക്കെ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് 60 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് സാലറി കിട്ടിക്കൊണ്ടുവന്നത്. റൂൾസും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടെങ്കിൽ പോലും ലൈക്ക് അവിടെ അങ്ങനെയാണ്. അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ട് എന്താണ് കാര്യങ്ങളുള്ളതെന്ന്, ഞാൻ പറയുന്ന കാര്യം എന്താണെന്നുള്ള അവർക്ക് മനസ്സിലാവും. കാരണം അവിടെ പോയിട്ടുള്ളവർക്ക് ഇതെല്ലാം മനസ്സിലാവും. ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അവിടെ വന്ന് ജോലിക്കും കാര്യത്തിനും ഒക്കെ ആയിട്ട് നിൽപ്പുണ്ട്. സോ അങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം ഇത് വളരെയധികം വലിയ രീതിയിൽ ഇത് എഫക്ട് ചെയ്യും. കാരണം ജോലി പെട്ടെന്ന് പോകും. ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം വന്നാൽ കൂടെ എല്ലാവരെയും സ്പോട്ടിൽ അങ്ങ് പറഞ്ഞു വിടും. കാരണം എനിക്കിപ്പോൾ ഞാനൊരു കമ്പനി നടത്തുകയാണ്, എൻ്റെ കയ്യിൽ 50 പേര് വർക്ക് ചെയ്യുന്നു. ഞാൻ ലോജിസ്റ്റിക് കമ്പനിയാണ് നടത്തുന്നത്. അവിടെ അധികം ആൾക്കാർ വരുന്നില്ല, അല്ലെങ്കിൽ ബിസിനസ് ഇങ്ങനെ ഒരു കാര്യത്തിനാൽ എഫക്റ്റഡ് ആവുന്നു. എന്ത് ചെയ്യും? അപ്പൊ തന്നെ നമ്മളിവിടേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ വി ആർ ഫോഴ്സ് ടു നമ്മുടെ ആ ആൾക്കാരെ നമ്മൾ ഹോൾഡ് ചെയ്യണം എന്നുള്ള ഒരു ഇതൊക്കെ വയ്ക്കും. കാരണം ആ ഒരു മോറൽ ആസ്പെക്റ്റും കാര്യങ്ങളും ആ ഒരു എത്തിക്സ് നമ്മൾ കീപ്പ് ചെയ്യണം. അവിടെ ഒന്നുമില്ല. അവിടെ സ്പോട്ടിൽ അവർ പറഞ്ഞു വിടും. ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആവുന്നത് നമ്മളെ പോലെയുള്ള വർക്കിംഗ് ക്ലാസ്സിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഇറാന്റെ ഈ അറ്റാക്സും കാര്യങ്ങളും
എല്ലാം കൊണ്ട് തന്നെ ദുബായ്ക്ക് അമേരിക്കയോടുള്ള ഒരു ട്രസ്റ്റ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളെ പ്രൊട്ടക്ട് ചെയ്തോളും, നമ്മളെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംരക്ഷിച്ചോളും എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാർ കാരണമാണ് അവിടെ അറ്റാക്ക് വന്നത് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. രണ്ടാമത്തെ കാര്യം, അറ്റാക്ക് വന്നപ്പം ഇത്രയും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ മിലിറ്ററി ഇതുള്ള ഒരു രാജ്യത്തെ കൊണ്ട് അത് തടുക്കാൻ പറ്റിയില്ല. അതായത് അമേരിക്കയുടെ മിലിറ്ററി ബേസസ് എല്ലാം മിഡിൽ ഈസ്റ്റിൽ ഇങ്ങനെ ഒരു സ്പൈഡർ പോലെ ഇങ്ങനെ ഓരോ രാജ്യത്തും അതിന്റെ കാല് ഉറപ്പിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഇറാൻ കയറി വന്ന് പുല്ല് പോലെ അടിച്ചിട്ട് പോയത് കൊണ്ട് തന്നെ ഇനിയും അത് ട്രസ്റ്റബിൾ അല്ല. ബട്ട് ദെൻ അഗൈൻ ലൈക്ക് ദുബായ്ക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല, അമേരിക്കയായിട്ട് ചേർന്ന് പോയേ പറ്റൂ. കാരണം അവരെ സംരക്ഷിക്കാനും അവരെ ഇത് ചെയ്യാനൊന്നും വേറെ ആരും ഇല്ല, അതാണ് സത്യം. ആൻഡ് ഇറാൻ എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിലെ ഒരു ബുള്ളിയാണ്. അതായത് ഇറാൻ എന്ന് പറയുന്നത് എല്ലാവർക്കും മേലൊരു ഒരു ആധിപത്യം സ്ഥാപിച്ച് നിൽക്കുന്ന ഒരു ഒരു രാജ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ മിലിറ്ററി മൈറ്റ് ആണെങ്കിലും എല്ലാം കൊണ്ട് തന്നെ ബാക്കിയുള്ള അറബ് കൺട്രീസിന് ഇറാന്റെ കൂടെ അങ്ങനെ ഒറ്റയ്ക്കോ സഖ്യം ചേർന്നോ പോലും അവർക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം ഇപ്പൊ അമേരിക്കയ്ക്ക് പോലും പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതൊന്നും അമേരിക്ക ഇസ്രയേലും കൂടെ കമ്പൈൻഡ് ആയിട്ട് ഒരു രാജ്യത്തിനെ അടിച്ചിട്ട് പോലും അവർക്ക് പോലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇറാന്റെ ഇപ്പൊ പുതിയൊരു ഇത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രൈറ്റ് ഓഫ് ഹോർമസിൽ വരുന്ന ഷിപ്സിനെല്ലാം, അതായത് ചരക്ക് കപ്പലും കാര്യങ്ങൾക്കും എല്ലാത്തിനും തന്നെ അവർ ടാക്സ് ഇമ്പോസ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. അത് ഗ്ലോബൽ ഈ ഓയിൽ മാർക്കറ്റിനെ ആണെങ്കിലും പിന്നെ നോർമൽ എല്ലാ ഭക്ഷ്യവസ്തുക്കൾ ഇങ്ങനെയുള്ള സാധനങ്ങൾക്കെല്ലാം നോർമൽ കമ്മോഡിറ്റീസിനെല്ലാം നല്ല രീതിയിൽ വില വർദ്ധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവരുടെ കൺട്രോളിലാണ് കംപ്ലീറ്റ് ഈ ഒരു സ്ട്രൈറ്റ് എന്ന്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ, ചുമ്മാ ചെന്നും കയറാൻ പറ്റില്ല. അവർ ടാക്സ് ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ സാധനങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ വില കൂടും. അത് എല്ലാ മേഖലയും ബാധിക്കും. കാരണം ഷിപ്പിങ്ങിലാണ് ഈ ഫുഡ് ദുബായിലേക്ക് സാധനങ്ങൾ വരുന്നതും ഈ അവർക്ക് അഗ്രികൾച്ചറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ അവർക്ക് ഈ ഇങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം വരുന്നത് ഈ പോർട്ട് വഴിയാണ്. സോ ആ പോർട്ട് വഴി വരുന്ന സാധനങ്ങൾക്കെല്ലാം ഇനി ഇത് കൂട്ടിക്കഴിഞ്ഞാൽ അത് ഈ പറയുന്നത് പോലെ എല്ലാ മേഖലയും ബാധിക്കും, അവിടെ നിൽക്കുന്ന ആൾക്കാരെയും ബാധിക്കും. നല്ലൊരു നമ്മളിപ്പോൾ ഒരു 500 റിയാൽ മാസം ഫുഡിന് വേണ്ടി ചിലവാക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 700-800 റിയാലിലേക്ക് അല്ലെങ്കിൽ ഒരു 1000 റിയാലൊക്കെ അല്ലെങ്കിൽ 1000 ദിറംസ് ഒക്കെ ചിലവ് വരുന്ന രീതിയിലോട്ടായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. സോ അതെല്ലാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ വർക്കിംഗ് ക്ലാസ് നമ്മുടെ സാധാരണ പോലുള്ള ആൾക്കാരെയാണ് ഇതെല്ലാം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ദുബായ്ക്ക് എന്നും ഒരു ചരിത്രമുണ്ട്. അതായത് ഇപ്പൊ കോവിഡ് സമയത്താണെങ്കിലും എല്ലാം പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്ത് പെട്ടെന്ന് ലോക്ക്ഡൗൺ എല്ലാം മാറ്റി ആ രാജ്യം പെട്ടെന്ന് റീഓപ്പൺ ചെയ്ത ഒരു രാജ്യമാണ്. അതുപോലെ തന്നെ അന്ന് ടൂറിസം കംപ്ലീറ്റ്ലി ഡൗൺ ആയിരുന്നിട്ട് പോലും എല്ലാം ഒരു അധികം പ്രശ്നമൊന്നുമില്ലാതെ ദുബായ് തിരിച്ചു കയറി വന്നിട്ടുണ്ട്. ദുബായ്ക്ക് എങ്ങനെ തിരിച്ചു കയറി വരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യമെല്ലാം നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് സിറ്റുവേഷൻസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു റിസഷൻ ബാധിച്ചപ്പോഴും വിത്ത് ഹെൽപ്പ് ഓഫ് അബുദാബിയുടെ ഹെൽപ്പോട് കൂടിയാണെങ്കിലും വളരെ ശക്തിയോടെ തന്നെ ദുബായ് തിരിച്ചു വന്നിട്ടുള്ള ചരിത്രമുണ്ട്. സോ ഇതെല്ലാം നമ്മുടെ മുമ്പിൽ ദുബായ് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വീണു പോകുന്ന ഒരു രാജ്യമൊന്നും അല്ല. അങ്ങനെ വീഴാനും പറ്റില്ല ദുബായ്ക്ക്. കാരണം അത്രയധികം ഇൻവെസ്റ്റ്മെന്റും അത്രയധികം ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ്. അതിന്റെ ഭരണകൂടം തന്നെ അവര് എങ്ങനെയാണ് ആ രാജ്യം ഒരു 50 വർഷം മുമ്പ് ഇരുന്നതെന്നും ഇപ്പൊ ഇരിക്കുന്നതെന്നും നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രയധികം അഡ്വാൻസ്ഡ് ആയിട്ടാണ് ആ രാജ്യം പോകുന്നതെന്ന്. ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഇൻ AI ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പൊതുവെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആദ്യം വരുന്നത് ദുബായിലാണ്. സോ അങ്ങനെ ഒരു രാജ്യത്തിന് അങ്ങനെ പെട്ടെന്ന് വീണു കൊടുക്കാനോ ഇതിനോ ഒന്നും പറ്റത്തില്ല. പക്ഷെ ഇങ്ങനൊരു ഇങ്ങനൊരു സാഹചര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ബാക്കിയുള്ള രാജ്യത്തു നിന്നുള്ള ആൾക്കാർക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനും അവിടെ വന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും ഇല്ലെങ്കിൽ അവിടെ ഓരോ കാര്യങ്ങൾക്കൊക്കെ വരാൻ പോലും അവർ മടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഇപ്പൊ ആക്ച്വലി അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പണി കിട്ടും എന്നുള്ളൊരു പേടിയും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ട്. സോ ആ പേടി പോകുന്നത് വരെ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. പക്ഷേ ദുബായ് വിൽ ഡെഫിനറ്റ്ലി കം ബാക്ക്. നെഗറ്റീവ് ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളെല്ലാം ഞാൻ എതിരെ നിൽക്കുന്ന ഒരു കാര്യമാണ്. അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു കാര്യം ദുബായ് പോലുള്ള രാജ്യങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. കാരണം കർശനമായിട്ടാണ് അവർ അവിടുത്തെ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത്. കാരണം ഈ മിസൈലിന്റെ എന്തൊക്കെയോ പോവുകയും അതിന്റെ മിസൈലിന്റെ പുകയുടെ ഫോട്ടോ എടുത്ത് വെച്ചു എന്ന് പറഞ്ഞ ആൾക്കാരെ വന്ന് ഫോൺ ചെക്ക് ചെയ്യും. ഫോൺ ചെക്ക് ചെയ്തതിനു ശേഷം അതിനകത്ത് ഇമേജ് കാണാൻ ഇവരെ പിടിച്ചുകൊണ്ട് പോവുക, പിന്നെ ഡീപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫൈൻ അടിപ്പിക്കുക, ഇങ്ങനെയുള്ള കേസ് എടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കലാപരിപാടികളെല്ലാം അവിടെ നടക്കുന്നുണ്ട്. കാരണം അവിടുത്തെ ഒരു രാജ്യത്തിന്റെ ഒരു രീതി അങ്ങനെയാണ്. കാരണം അവർ വർക്ക് ചെയ്യുന്നത് ആ ഒരു ഒരു രാജഭരണത്തിന്റെ ആ ഒരു ശൈലിയിൽ തന്നെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ദുബായിൽ പ്രശ്നം തന്നെയാണ്. സോ അത് എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക. ഫോൺ എടുക്കുക, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഫോണിൽ സേവ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഇടുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഉള്ളവർ പ്രത്യേകം സൂക്ഷിക്കണമെന്നല്ല, ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. എനിക്ക് ഒരുപാട് പേരെടുത്ത് ഈ സ്റ്റാറ്റസ് ഇടുന്ന ഒരുപാട് പേരുണ്ട്, മറ്റേ വൈ ദുബായ് ഇസ് ലൈക്ക് ദിസ്, വൈ ദുബായ് ഇസ് ലൈക്ക് ദാറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മറ്റേ രാജാവ് ഇങ്ങനെ നടക്കുമ്പോൾ ഫോണൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് ഇങ്ങനെ ഇതൊക്കെ BGM ഒക്കെ ഇട്ട് ഇങ്ങനെ പോകുമ്പോഴും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയൊരു കാര്യം നമ്മുടെ നാട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾക്കെല്ലാം
നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സേവ് ചെയ്യുകയും നിങ്ങൾക്ക് ഒരു ഭരണകൂടത്തിനെതിരെ തന്നെ നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ പോലും ഈവൻ ഇഫ് ഇറ്റ്സ് ദ പ്രസിഡന്റ് ഓർ പ്രൈം മിനിസ്റ്റർ ആർക്കെതിരെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് എന്ത് വിമർശനം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം കാര്യങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ മാത്രമേ കിട്ടൂ. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം എല്ലാ നാട്ടിലും അതിൻ്റെതായ പോസിറ്റീവും നെഗറ്റീവ്സും ഉള്ളതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട്. അതുപോലെ തന്നെ ദുബായിക്കും പോസിറ്റീവ്സും നെഗറ്റീവ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അവിടെ ഇരിക്കുന്ന ആൾക്കാർ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി. അത് പറയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്. കാരണം അവിടെ സേഫ്റ്റി കാര്യങ്ങളെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി അവർ നമ്മളെ ഒരുപാട് അധികം കൺട്രോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് നമ്മളുടെ അഭിപ്രായവും കാര്യങ്ങളെല്ലാം വി ആർ ഫ്രീ ടു ഡു വട്ട് എവർ വി ലൈക്ക്. നമ്മുടെ ഫോണിൽ നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച ഫോണിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മൾ ജീവിക്കുന്ന സിസ്റ്റത്തിൽ നമുക്ക് എന്തെങ്കിലും മോശമായിട്ട് തോന്നുകയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും വാർ നടക്കുകയോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും തീ കത്തുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫോട്ടോ എടുക്കാം, നമുക്കത് പ്രചരിപ്പിക്കാം. അതിനൊന്നും ഇവിടെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ആൻറ്റി നാഷണൽ ആയിട്ടുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്, നോർമൽ ആയിട്ടുള്ള ഇതൊക്കെ നോർമലായിട്ട് ഇപ്പോൾ ഒരു റോക്കറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിടുന്നത് ഒരിക്കലും ആൻറ്റി നാഷണൽ ആയിട്ടുള്ള പരിപാടികൾ. പക്ഷേ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ദുബായ് പോലുള്ള രാജ്യങ്ങളൊന്നും പ്രൊമോട്ട് ചെയ്യാറില്ല. എന്താണ് 20% ക്രാഷ് ഇൻ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ 20% ക്രാഷ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുള്ളൂ. 90% ആ രാജ്യത്തിലെ ആൾക്കാരും പുറമേയുള്ള ആൾക്കാരാണ്, ഫോറിനേഴ്സാണ്. കാരണം അവിടുത്തെ തനതായിട്ടുള്ള എമിറേറ്റീസ് എന്ന് പറയുന്നത് ആകെ 10% ഉള്ളൂ. ബാക്കിയുള്ള എല്ലാവരും പുറത്തുനിന്ന് വന്നേക്കുന്ന ആൾക്കാരാണ്. സോ ഡെഫിനറ്റ്ലി നമ്മൾ പുറത്തുനിന്ന് വന്നേക്കുന്ന ആൾക്കാർ നമ്മളിപ്പോൾ ചെന്ന് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്ന് ആലോചിക്കുമ്പോഴത്തേക്കും നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ വാർ സംബന്ധിതമായ കാര്യങ്ങളും ഇതെല്ലാം ആണ്. ഇതിനെല്ലാം രണ്ട് വശമുണ്ട്. കാരണം ബൈ ഓൺ ഡിപ്സ് സെൽ ഓൺ ഹൈസ് എന്ന് പറഞ്ഞ പരിപാടിയും രണ്ട് രീതിയിൽ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പേടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ചില ഫിനാൻഷ്യൽ എക്സ്പേർട്സ് പറയുന്നത് ഇപ്പോഴാണ് കറക്റ്റ് ടൈം. കാരണം എന്താണെന്ന് വെച്ചാൽ ലൈക്ക് മാർക്കറ്റ് താഴെയാണ്, സോ പ്രൈസസ് ആർ ഗോയിങ് ഡൗൺ. ഇപ്പോൾ മേടിച്ചിട്ട് കഴിഞ്ഞാൽ വെൻ ദ കൺട്രി ഈസ് ബാക്ക് ഓൺ ഇറ്റ്സ് ഫീറ്റ് നമുക്കത് നല്ലൊരു രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഈ ബൈ ഓൺ ഡിപ്സ് സെൽ ഓൺ ഹൈസ് എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റിൽ പറയുന്നവരുമുണ്ട്. ഇതെല്ലാം നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പിന്നെ നമ്മളെ പോലുള്ള മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരും ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഇപ്പം ചെന്ന് തലവയ്ക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള രീതിയിലും ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് ഓൾ പേഴ്സണൽ ചോയ്സ്. പക്ഷേ എനിവേയ്സ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നതും നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതും ആൻഡ് നടക്കാൻ പോകുന്ന ഒരു കാര്യവും ഇതെന്നെല്ലാം ഒരു ഫീനിക്സ് പക്ഷേ പോലെ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ദുബായ് വരും. പലതവണ എഴുന്നേറ്റ് വന്നിട്ടുള്ള ചരിത്രം ദുബായ്ക്കുണ്ട്. നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. സോ എനിവേസ് ഗൈസ്, ദാറ്റ്സ് ഇറ്റ്. മേക്ക് ഷുവർ ദാറ്റ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.